തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് കൈവശ ഭൂമിയിലെ കുരിശ് പൊളിച്ചു നീക്കിയ സംഭവത്തിൽ വനം റവന്യൂ വകുപ്പുകൾക്കെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. വനംവകുപ്പിന്റെ തെറ്റായ നടപടിയെ ന്യായീകരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുരിശ് പൊളിച്ചു നീക്കിയ സ്ഥലം വനമേഖലയാണെന്നും സംരക്ഷിത പ്രദേശമാണെന്നുമുള്ള വനം റവന്യൂ വകുപ്പുകളുടെ വാദം വസ്തുതാവിരുദ്ധമാണ്. വനംവകുപ്പിന്റെ തെറ്റായ നടപടിയെ ന്യായീകരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ വനംവകുപ്പ് നടത്തിയിട്ടുള്ളത് വലിയൊരു കടന്നുകയറ്റമാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാകുക. ഇപ്പം നാളുകളിൽ ഈ പട്ടയമില്ലാത്ത നമ്മുടെ ജില്ലയിലുള്ള ഭൂമിയിൽ ഇത്തരം ഒരു കടന്നുകയറ്റം നടത്തേണ്ട അവസ്ഥ നിലനിൽക്കും. ഒന്ന്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പുതുതായി എത്ര റിസർവ് ഫോറസ്റ്റുകളാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്? 2010 ശേഷം ഏകദേശം 18,000 ഏക്കർ ഭൂമി പുതുതായി റിസർവ് വനമായി നോട്ടിഫൈ ചെയ്തു. 2010 മറ്റേ KDH റിസർവ്, അതിനുശേഷം 2020, 2021, 2022 ആയിട്ട് 18,000 ഏക്കർ ഭൂമിയോളം കൃഷിഭൂമി ഉൾപ്പെടെ റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്തു. അപ്പോൾ ഈ കൈവശ ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാനുള്ള വനംവകുപ്പിന്റെ ബോധപൂർവമായ ശ്രമമാണ് നാരങ്ങാനത്ത് കുരിശ് പൊളിച്ച സംഭവത്തിലുണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയായിട്ടാണ് ആദ്യം ഞാനിതിനെ മനസ്സിലാക്കിയത്. പക്ഷേ റവന്യൂ വകുപ്പ്, വില്ലേജ് ഓഫീസർ വനംവകുപ്പിന്റെ നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇതെല്ലാം സർക്കാരിന്റെ അതുപോലെ നടത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാകുകയാണ്. അല്ലെ പിന്നെ റവന്യൂ വകുപ്പിന് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ വില്ലേജ് രേഖകൾ തയ്യാറാക്കിയ കാലഘട്ടം ഏതാ? വില്ലേജ് ഓഫീസർ പറഞ്ഞ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യം വില്ലേജ് രേഖകൾ പ്രകാരം എന്നാണ്. വണ്ടപ്പുറം വില്ലേജ് ഉണ്ടായ വർഷം എത്രയാണ്? ഇനി വില്ലേജ് രേഖ തയ്യാറാക്കിയപ്പോഴാണ് വില്ലേജ് BTR തയ്യാറാക്കിയ വർഷം എന്ന് പറയുന്ന 1930കളാണ്. ഈ ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നപ്പോഴാണ് 1983 ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം BTR തയ്യാറാക്കുന്നതിന് ശേഷം 50 വർഷം കഴിഞ്ഞാണ് അവിടെ ആളുകളുടെ കൈവശ ഭൂമി ഉണ്ടോ എന്നുള്ള കാര്യം വന റവന്യൂ വകുപ്പുകൾ പരിശോധന നടത്തിയിട്ടുള്ളത്. അപ്പൊ 50 വർഷം മുമ്പ് നടന്ന കാര്യം, ശേഷം നടന്ന കാര്യത്തിലാണ് വനംവകുപ്പ് റവന്യൂ വകുപ്പ് ഇത് ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പ്രദേശത്ത് പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന 4005 ഏക്കറോളം ഭൂമി ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താത്ത സംരക്ഷിത മേഖലയാണെന്ന് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയത് ഗൂഢാലോചനയുടെ തുടർച്ചയാണെന്നും നേതാക്കൾ ആരോപിച്ചു.